Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU 2024 സ്കീം S1 മാത്സ് ഗ്രൂപ്പ് ബി ആൻഡ് സി ആണ്. PYQ സൊല്യൂഷൻസ് മൊഡ്യൂൾ 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. First question, show that y1 equal to e raised to minus 2x, y2 equal to e raised to 3x are linearly independent. ഈ രണ്ട് ഫംഗ്ഷൻസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ റോൺസ്കിയൻ കാണും. റോൺസ്കിയൻ കണ്ടിട്ട് അത് ഈക്വൽ ടു 0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് റോൺസ്കിയൻ ഒരു വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. നമുക്കറിയാം റോൺസ്കിയന്റെ ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനന്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ് ആണ്. y1 ഉം y2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. y1ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? e raised to minus 2x മൈനസ് 2 e raised to minus 2x ആയിരിക്കും അല്ലേ? e raised to ax ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ a e raised to ax ആണ്. ഇവിടെ a യുടെ സ്ഥാനത്ത് -2 ആണ്. അതുകൊണ്ടാണ് -2 e raised to minus 2x എന്ന് വന്നത്. y2 എന്ന് പറയുന്നത് e raised to 3x ആണ്. അതിന്റെ ഡെറിവേറ്റീവ് 3 e raised to 3x. a e raised to ax എന്ന് പറയുന്നിടത്ത് a യുടെ സ്ഥാനത്ത് 3 ആണ്. അതുകൊണ്ടാണ് 3 e raised to 3x ആയത്. ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് കാണേണ്ടത്. അതായത് e raised to minus 2x into 3 e raised to 3x minus 2 e raised to minus 2x into e raised to 3x. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ എക്സ്പോണൻഷ്യൽ ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3x minus 2x e raised to x വരും. ഇവിടെ e raised to minus 2x plus 3x ചെയ്താൽ e raised to x വരും. അപ്പോൾ ഇത് രണ്ടും ഒരേ ടേം തന്നെയാണ്. അതായത് e raised to x ന്റെ രണ്ട് ടേംസ് ആണ്. അപ്പോൾ 3 e raised to x plus 2 e raised to x എന്ത് വരും? 5 e raised to x. 3 plus 2 5 e raised to x, which is not equal to 0. അപ്പോൾ Wronskian is not identically 0, hence the functions are linearly independent. Next question, solve y double dash plus 3y equal to 0. അപ്പോൾ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എം സ്ക്വയർ പ്ലസ് 3 ഈക്വൽ ടു 0 ആണ് അല്ലേ? ഓക്സിലറി ഇക്വേഷൻ ഏതാണ് അറിയുമെന്ന് വിചാരിക്കുന്നു. y ഡബിൾ ഡാഷ് ആണെങ്കിൽ അതിനെ ഞാൻ എം സ്ക്വയർ, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ സ്ക്വയർ പവർ, തേർഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എം ക്യൂബ് വരും. അങ്ങനെ y ഡാഷ് എന്നാണെങ്കിൽ എം എന്ന് മാത്രം, കോൺസ്റ്റന്റ് എമ്മിന് അതേപോലെ 3 ഇൻറ്റു y എന്നുള്ളത് 3 മാത്രം എടുത്ത് എഴുതാം. അപ്പോൾ എം സ്ക്വയർ പ്ലസ് 3 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ -3 ആണ്. എം എന്ത് വരും? പ്ലസ് ഓർ മൈനസ് √3i വരും. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? y ഓഫ് എക്സ് ഈക്വൽ ടു, ഇത് കോംപ്ലക്സ് നമ്പർ ആണ് അല്ലേ? കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണ്. അതിന്റെ ജനറൽ സൊല്യൂഷൻ e raised to alpha x c1 cos beta x plus c2 sin beta x ആണ്. ഇവിടെ ആൽഫ 0 ആണ്, റിയൽ പാർട്ട് ഇല്ല, ഉള്ളി ഇമാജിനറി പാർട്ട്. ബീറ്റ എന്ന് പറയുന്നത് √3 ആണ്. ദാറ്റ് ഈസ് e raised to 0x into c1 cos √3x plus c2 sin √3x. e raised to 0 1 ആയ കാരണം ഈ എക്സ്പ്രഷൻ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 cos √3x plus c2 sin √3x. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് യൂസിങ് ദ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. നമുക്ക് ഈ ഇക്വേഷൻ എന്താണ്? y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ ആദ്യം എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിൽ ഡീനെ എം വെച്ച് റീപ്ലേസ് ചെയ്താൽ എം സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 ആണ് ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ എം സ്ക്വയർ ഈക്വൽ ടു 1, എമ്മിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആണ്. അതായത് എം എന്ന് പറയുന്ന റിയൽ ടേംസ് ആണ്. ഒരേ സംഭവം പ്ലസ് ഓർ മൈനസ് 1 ആണോ വരണമെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ടേംസ് ആ വരണമെന്നുണ്ടെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? c1 e raised to x plus c2 e raised to minus x. ഇവിടെ പ്ലസ് 1 ആയ കാരണം ഇതാണ്. ശരിക്കും c1 e raised to m1x plus c2 e raised to m2x ആണ്. ഇവിടെ m1 പ്ലസ് 1ഉം m2 മൈനസ് 1ഉം ആണ്. അതുകൊണ്ടാണ് പ്ലസ് എക്സും മൈനസ് എക്സും വന്നത്. എന്നിട്ട് ഇതിൽ ഇതാണ് ഇത്രയും ഈ c1ന്റെ കൂടെ വരുന്ന ഈ ടേമില്ലേ, അതിനാണ് y1 എന്ന് പറയുക. c1 y1 പ്ലസ് c2 y2 എന്നാണ്. അപ്പോൾ yc എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെയാണ്? c1 y1 പ്ലസ് c2 y2. അപ്പോൾ y1 e raised to x ആണ്, y2 e raised to minus x ആണ്. y1 dash e raised to x ആണ്, y2 dash മൈനസ് e raised to minus x ആണ്. റോൺസ്കിയൻ കണ്ടുപിടിച്ചാൽ എന്ത് വരും? മോഡുലസ് y1 y2 y1 dash y2 dash. y1 പറഞ്ഞാൽ e raised to x e raised to minus x, y1 dash e raised to x y2 dash minus e raised to minus x. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? മൈനസ് e raised to x into e raised to minus x മൈനസ് e raised to x into e raised to minus x. അതായത് x മൈനസ് x എന്ന് പറഞ്ഞാൽ 0 ആണ്, e raised to 0 1 ആണ്. ഇവിടെയും x മൈനസ് x 0 ആണ്, e raised to 0 1 ആണ്. അതായത് റോൺസ്കിയൻ -2 ആണ് കിട്ടിയത്.
ഇനി നമുക്ക് ഈ റോൺസ്കിയൻ വെച്ചിട്ട് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പർട്ടിക്കുലർ സൊല്യൂഷന്റെ ഇക്വേഷൻ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിലെ പർട്ടിക്കുലർ സൊല്യൂഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ yp ഈക്വൽ ടു y1u പ്ലസ് y2v ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് യുവും വിയും ആദ്യം കണ്ടുപിടിക്കണം. y1 y2 നമുക്കറിയാം, c1 y1 പ്ലസ് c2 y2 കോംപ്ലിമെന്ററി ഫംഗ്ഷനിലുള്ള ടേം y1 y2 നമുക്കറിയാം. ഇനി യുവും വിയും ആണ് കാണേണ്ടത്. യുവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് y2 r of x by w dx ആണ്. v എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ y1 r of x by w dx ഉം. ഇവിടെ r of x എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷനിലെ RHSൽ കിടക്കുന്ന ഫംഗ്ഷൻ ആണ് r of x. ഇവിടെ അത് x സ്ക്വയർ ആണ്. നമുക്ക് ആദ്യത്തെ ഇക്വേഷനിലെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി യുവും വിയും എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ u ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് y2 r of x by w dx മൈനസ് y2 മൈനസ് e raised to minus x r of x സ്ക്വയർ ഡിവൈഡഡ് ബൈ w മൈനസ് 2 dx ആണ്. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ മൈനസും മൈനസും പ്ലസ് ആയി 1/2 ഞാൻ ഇന്റഗ്രേഷന്റെ പുറത്തോട്ട് കൊണ്ടുവന്നു. ഇന്റഗ്രൽ x സ്ക്വയർ e raised to minus x dx ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനേക്കാൾ എളുപ്പമാണ് ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്തിട്ട്. അതിൽ ഓൾജിബ്രിക് ഫംഗ്ഷൻസ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് വരികയാണെങ്കിൽ ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അത് എങ്ങനെയാണ്, എക്സ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷനെ അതേപോലെ ഇടുക, സെക്കൻഡ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതിന്റെ മൈനസ് ഇടുക, ദെൻ ദാറ്റ് ഈസ് പ്ലസ് ആവും ഫസ്റ്റത്തെ ലെറ്റർ, പ്ലസ് മൈനസ് ഓൾട്ടർനേറ്റ് സൈൻ, ആദ്യം മൈനസ് വരും. ദെൻ ഈ എക്സ് സ്ക്വയറിനെ ഡിഫറൻസിയേഷൻ നടത്തുക, എക്സ് സ്ക്വയറിനെ ഡെറിവേറ്റീവ് എടുത്താൽ 2x വരും. ദെൻ ഈ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ ടേമിനെയാണ്, അല്ലാണ്ട് ഇതിനെയല്ല, ഇറസ്റ്റ് മൈനസ് എക്സിനെ അല്ല നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് ആ റിസൾട്ടിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് തൊട്ട് മുമ്പത്തെ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ടേമിനെ 2xനെ ഡിഫറൻസിയേഷൻ നടത്തി, പിന്നെ വീണ്ടും ഈ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇനി വീണ്ടും ഇതിനെ ഡിഫറൻസിയേഷൻ നടത്തി എന്ത് വരും, 0 വരും അല്ലേ. അവിടം വരെ നമ്മൾ എഴുതണം. ബെർണോളിസ് ഫോർമുല അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ e raised to minus xനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to minus x ഡിവൈഡഡ് ബൈ -1 വരും, എക്സിന്റെ കോഎഫിഷ്യന്റ്. 2x into e raised to minus x നെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും, e raised to minus x by -1 the whole square പ്ലസ് e raised to minus x -1 the whole square നെ വീണ്ടും ചെയ്താൽ e raised to minus x by -1 whole cube വരും. ഓക്കെ, അപ്പൊ ഇത് എനിക്ക് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൈനസ് തന്നെ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് മൈനസ് എക്സ് സ്ക്വയർ e raised to minus x minus 1 square plus 1 2x e raised to minus x minus 1 whole cube minus 2 e raised to minus x. ഈ 1/2 കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് -1/2 എക്സ് സ്ക്വയർ e raised to minus x മൈനസ് എക്സ് 2 ക്യാൻസൽ ആയി പോകും, എക്സ് e raised to minus x മൈനസ് ഇവിടെ 2 അത് ക്യാൻസൽ ആയി പോകും, e raised to minus x. അതാണ് u എന്ന് പറയുന്നത്. ഇനി നമുക്ക് v കണ്ടുപിടിക്കണം. v എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ y1 r of x by w dx ആണ്. ഇവിടെ y1 എന്ന് പറയുന്നത് e raised to x, r of x x സ്ക്വയർ w മൈനസ് 2 ആണ്. അപ്പൊ -1/2 പുറത്തോട്ട് കൊണ്ടുവന്നു. ഇത് എക്സ് സ്ക്വയർ e raised to x ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, അതല്ലെങ്കിൽ ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ e raised to x, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്, എക്സ് സ്ക്വയറിന് അതേപോലെ ഇടുക, e raised to x ഡെറിവേറ്റീവ് e raised to x മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x e raised to x ഡെറിവേറ്റീവ് e raised to x ഓപ്പോസിറ്റ് സൈഡ് പ്ലസ് ദെൻ 2x ന്റെ ഡെറിവേറ്റീവ് 2 e raised to x ന്റെ e raised to x. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -1/2 എക്സ് സ്ക്വയർ e raised to x പ്ലസ് 2 കട്ടായി മൈനസ് മൈനസ് പ്ലസ് എക്സ് e raised to x 2 കട്ടാവും മൈനസ് e raised to x. അപ്പൊ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y1u പ്ലസ് y2v ആണ്. y1 എന്ന് പറയുന്നത് e raised to x ആണ്, u എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് ഇവിടെ എടുത്ത് എഴുതി, പ്ലസ് y2 എന്ന് പറയുന്നത് എന്താണ് e raised to minus x ആണ്, v എന്ന് പറയുന്നത് ഇതാണ്, അത് അങ്ങോട്ട് എടുത്ത് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഈ raised to x കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -1/2 എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 വരും. കാരണം e raised to x ഇൻറ്റു e raised to minus x 1 ആണ്. കാരണം e raised to 0 വരും, e raised to 0 1 ആണ്. ഇവിടെയും e raised to x e raised to minus x e raised to 0 1 ആണ്, e raised to x e raised to minus x e raised to 0 1 ആണ്. ഇവിടെ e raised to minus x ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും e raised to ടേംസ് എല്ലാം കട്ടായി പോകും. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ആൻസർ -x² മൈനസ് 2 എന്ന് വരും, പർട്ടിക്കുലർ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് y ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷനും വരും, പർട്ടിക്കുലർ സൊല്യൂഷനും വരും. അപ്പൊ c1 പർട്ടിക്കുലർ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ c1 e raised to x plus c2 e raised to minus x, പർട്ടിക്കുലർ സൊല്യൂഷൻ -x² മൈനസ് 2. ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. Giving the initial conditions y of 0 equal to 4 and y dash of 0 equal to 2.
അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്സിലറി ഇക്വേഷൻ എന്ത് വരും? എം സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എം സ്ക്വയർ ഈക്വൽ ടു -4. എം എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 2i വരും. അപ്പോൾ ഇത് കോംപ്ലക്സ് നമ്പർ ആണ്. ആൽഫ എന്ന് പറയുന്നത് 0 ആണ് ഇവിടെ, അതായത് റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ e⁻α x പ്ലസ് c1 cos β x പ്ലസ് c2 sin β x ആണ് കോംപ്ലക്സ് റൂട്ടിന്. ഇവിടെ ആൽഫ 0യും ബീറ്റ എന്ന് പറയുന്നത് 2 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ e⁻0x c1 cos 2x plus c2 sin 2x വരും. e⁻0 1 ആണ്, c1 cos 2x plus c2 sin 2x. ഇതിന്റെ ഡെറിവേറ്റീവ് y dash of x എന്ന് പറഞ്ഞാൽ എന്ത് വരും? -2 c1 sin 2x plus 2 c2 cos 2x. കോസിന്റെ ഡെറിവേറ്റീവ് sin, -2 sin ആണ്, സൈൻ്റെ ഡെറിവേറ്റീവ് 2 cos 2x. ഇവിടെ 2x ഉള്ള കാരണമാണ് ഇവിടെ 2 വന്നത്. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ y of 0 equal to 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിലെ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. സൈൻ 0 0 ആയ കാരണം ഈ ടേം 0 ആയി പോകും. ഈ c1 cos 0 എന്ന് പറഞ്ഞാൽ 1 വരും. അതായത് c1 equal to 4 എന്ന് വരും. ഇനി y dash of 0 equal to 2 ആണ്. സൈൻ 0 ഈ 0 0 വരും. ദാറ്റ് ഈസ് 2c2 cos 0 എന്ന് മാത്രം വരും. ദാറ്റ് ഈസ് 2c2 equal to 2. y dash of 0 എന്ന് പറയുന്നത് 2 ആണ്, c2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ y of x സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? c1 cos 2x plus c2 sin 2x. ദാറ്റ് ഈസ് 4 cos 2x plus 1 into sin 2x ആണ് y of x. Using the method of undetermined coefficients, solve y double dash plus 3y dash plus 2y equal to 12x square. അപ്പോൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് വെച്ചിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലറി ഇക്വേഷൻ എന്താണെന്ന് എടുത്ത് എഴുതാം. അപ്പോൾ y ഡബിൾ ഡാഷിനെ എം സ്ക്വയർ വെച്ചിട്ടും y ഡാഷിനെ എം വെച്ചും കോൺസ്റ്റന്റ് എമ്മിന് അതുപോലെ എഴുതാം. ദാറ്റ് ഈസ് എം സ്ക്വയർ പ്ലസ് 3m പ്ലസ് 2 ഈക്വൽ ടു 0. ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? m പ്ലസ് 1 ഇൻറ്റു m പ്ലസ് 2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് m എന്ന് പറഞ്ഞാൽ -1 -2. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്താലും മതി. ദെൻ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ yc of x ഈക്വൽ ടു c1. ഇപ്പോൾ ഇതിലെ ഡിസ്റ്റിങ് റൂട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിങ് റൂട്ട് ആകുമ്പോൾ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക? c1 e⁻m1x plus c2 e⁻m2x. ഇവിടെ m1 -1 m2 -2 ആണ്. ദാറ്റ് ഈസ് yc of x ഈക്വൽ ടു c1 e⁻x plus c2 e⁻2x. ഇതിൽ RHSലുള്ള ടേം ഏതാണ്? 12x square. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം kx⁻n ആണ്. അപ്പോൾ yp of x എനിക്ക് എങ്ങനെ ഇടാം? പർട്ടിക്കുലർ സൊല്യൂഷന് nth ഓർഡർ ഇവിടെ 2 ആണ് അല്ലേ, n എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ n എന്ന് സ്റ്റാർട്ട് ചെയ്യുക, n equal to 2 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് k2x² plus k1x plus k0. അതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. നമ്മുടെ ഇക്വേഷനിൽ ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കാണുക. yp dash of x എന്ന് പറഞ്ഞാൽ 2k2x plus k1. yp double dash of x എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു വട്ടം കൂടി ഡെറിവേറ്റീവ് എടുത്താൽ മതി. ദാറ്റ് ഈസ് 2k2. ഇനി ഈ കിട്ടിയ റിസൾട്ട് എല്ലാം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ദാറ്റ് ഈസ് yp double dash plus 3 yp dash plus 2 yp equal to 12x² എന്നതിലെ yp double dash നമുക്ക് കിട്ടിയത് 2k2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി 3 yp dash എന്ന് പറഞ്ഞാൽ 3 into 2k2x plus k1 plus 2 into yp 2 into k2x² plus k1x plus k0 which is equal to 12x² ആണ്. ഇനി നമ്മൾ ഓരോ ടേമിന്റെയും കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തിട്ട് k1 k2 k0 കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ കമ്പയറിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x² എന്ന് പറഞ്ഞാൽ x² ടേം ആക്കി ഇവിടെ മാത്രമാണ്. ദാറ്റ് ഈസ് 2k2 into x². 2 ന്യൂമറേറ്ററിലോട്ട് ബ്രാക്കറ്റിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 2k2 equal to 12 വരും, k2 equal to 6. ഇനി കമ്പയറിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x ഇക്വേറ്റ് ചെയ്താലോ 3 into 2 6k2 plus 2 into k1 2k1 equal to 0. 6k2 plus 2k1 equal to 0. That is k1 equal to -6k2 by 2 ആണ്. അതായത് -6 into 6 by 2 -18 വരും. ദെൻ കോൺസ്റ്റന്റ് ടൈം ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ 2k2 ഉണ്ട്, ഇവിടെ 3k1 ഉണ്ട്, ഇവിടെ 2k0 ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 0. അതിൽ നിന്നും k0 കണ്ടുപിടിക്കുക. k2ഉം k1ഉം നമുക്കറിയാം. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ k0 എന്ന് പറയുന്നത് 21 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ -6 plus 27 എങ്ങനെ വന്ന ഈ 2 ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. -2 by 2 കേട്ടപ്പോൾ -6 ഈ ടേമിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 18 9 പോകും. 9 into 3 27 വരും. ഓക്കെ, ദെൻ yp of x എന്ന് പറഞ്ഞാൽ k2x² plus k1x plus k0 ആണ്.
K2 6 ആണ്, K1 -18 ആണ്, K0 21 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും കമ്പൈൻ ചെയ്തിട്ട് എഴുതുകയാണ്. ഹോമോജനിയസ് സൊല്യൂഷൻ നമ്മൾ കമ്പയർ ചെയ്യാം. കമ്പൈൻ ചെയ്ത് എഴുതുക. അതായത് C1 e raised to -x plus C2 e raised to -2x plus 6x square minus 18x plus 21 ആണ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ഇതോടെ നമ്മൾ മൊഡ്യൂൾ 2 PYQ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് കഴിയുകയാണ്. താങ്ക് യു.